7:25 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ മുഴുവൻ ജ്ഞാനത്തിൻ്റെയും സാരമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ചിത്രങ്ങളുടെയും ആവശ്യമില്ല. നിങ്ങൾ ബാബയെ ഓർമ്മിക്കും, മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യൂ. ചോദ്യം: അന്തിമ സമയം കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഏതൊരു ജ്ഞാനം ഉണ്ടായിരിക്കും? ഉത്തരം: ആ സമയം ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അവിടെ നിന്നും ചക്രത്തിൽ വരും. പതുക്കെ പതുക്കെ പടികൾ ഇറങ്ങും. പിന്നെ ബാബ വരും, കയറുന്ന കലയിലേക്ക് കൊണ്ടുപോകുവാനായി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം നമ്മൾ സൂര്യവംശിയായിരുന്നു, പിന്നെ ചന്ദ്രവംശിയായി. ഇതിൽ ചിത്രങ്ങളുടെ ആവശ്യമില്ല. ഓം ശാന്തി. കുട്ടികൾ ആത്മാഭിമാനിയായി ഇരിക്കുകയാണോ? 84ന്റെ ചക്രം ബുദ്ധിയിലുണ്ട്. അതായത് തൻ്റെ വെറൈറ്റി ജന്മങ്ങളുടെ ജ്ഞാനമുണ്ട്. വിരാട രൂപത്തിൻ്റെയും ചിത്രമുണ്ടല്ലോ. എങ്ങനെയാണ് നമ്മൾ 84 ജന്മങ്ങൾ എടുക്കുന്നത് എന്നതിൻ്റെ ജ്ഞാനവും കുട്ടികളിലുണ്ട്. മൂലവതനത്തിൽ നിന്നും ആദ്യം ദേവീ ദേവതാ ധർമ്മത്തിൽ വരുന്നു. ഈ ജ്ഞാനം ബുദ്ധിയിലുണ്ട്. ഇതിൽ ചിത്രങ്ങളുടെയൊന്നും ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും ചിത്രങ്ങളോ മറ്റോ ഓർമ്മിക്കേണ്ടതില്ല. അന്തിമത്തിൽ ഈ ഓർമ്മ മാത്രമുണ്ടായിരിക്കും: ഞാൻ ആത്മാവാണ്, മൂലവതനത്തിൽ വസിക്കുന്നവനാണ്, ഇവിടെ എൻ്റെ പാർട്ടാണ്. ഇത് മറക്കുവാൻ പാടില്ല. ഇത് മനുഷ്യ സൃഷ്ടിയുടെ ചക്രത്തിൻ്റെ കാര്യങ്ങളാണ്. വളരെ സിമ്പിളാണ്. ഇതിൽ തീർത്തും ചിത്രങ്ങളുടെ ആവശ്യമില്ല. കാരണം ഈ ചിത്രവും മറ്റുമെല്ലാം ഭക്തി മാർഗത്തിലെ വസ്തുക്കളാണ്. ജ്ഞാനമാർഗത്തിലാകട്ടെ പഠനമാണ്. പഠനത്തിൽ ചിത്രങ്ങളുടെ ആവശ്യമില്ല. ഈ ചിത്രങ്ങളെ കേവലം കറക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് അവർ പറയുന്നു ഗീതയുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആണെന്ന്, നമ്മൾ പറയുന്നു ശിവനാണ്. ഇതും ബുദ്ധിയിലൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ബുദ്ധിയിൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കുന്നു. നമ്മൾ 84ന്റെ ചക്രം കറങ്ങി. ഇപ്പോൾ നമുക്ക് പവിത്രമാകണം. പവിത്രമായി വീണ്ടും പുതിയതായി ചക്രം കറങ്ങും. ഇതാണ് സാരം. അത് ബുദ്ധിയിൽ വെക്കണം. ഏതുപോലെ ബാബയുടെ ബുദ്ധിയിൽ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും 84 ജന്മങ്ങളുടെ ചക്രം എങ്ങനെ തിരിയുന്നു എന്നതുമുണ്ട്. അതേപോലെ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ആദ്യം നമ്മൾ സൂര്യവംശിയും പിന്നെ ചന്ദ്രവംശിയുമാകുന്നു. ചിത്രങ്ങളുടെ ആവശ്യം തന്നെയില്ല. കേവലം മനുഷ്യർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ജ്ഞാനമാർഗത്തിലാണെങ്കിൽ കേവലം ബാബ പറയുന്നു മന്മനാഭവ. ഈ ചതുർഭുജത്തിൻ്റെ ചിത്രവും രാവണൻ്റെ ചിത്രവും ഇതെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കുവാനായി കാണിച്ചു കൊടുക്കേണ്ടി വരുന്നു. നിങ്ങളുടെ ബുദ്ധിയിലാണെങ്കിൽ യഥാർത്ഥ ജ്ഞാനമുണ്ട്. നിങ്ങൾക്ക് ചിത്രങ്ങളില്ലാതെയും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ബുദ്ധിയിൽ 84ന്റെ ചക്രമുണ്ട്. ചിത്രങ്ങളിലൂടെ കേവലം സഹജമാക്കി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ഇതിൻ്റെ ആവശ്യമില്ല. ബുദ്ധിയിൽ ഇതുണ്ട്. ആദ്യം നമ്മൾ സൂര്യവംശി കുലത്തിലേതായിരുന്നു, പിന്നെ ചന്ദ്രവംശി കുലത്തിലേതായി. അവിടെ വളരെയധികം സുഖമുണ്ട്. അതിനെ സ്വർഗം എന്ന് പറയുന്നു. ഇത് ചിത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. അന്തിമത്തിലാണെങ്കിൽ ബുദ്ധിയിൽ ഈ ജ്ഞാനം നിലനിൽക്കും. ഇപ്പോൾ നമ്മൾ പോകുന്നു. തിരികെ വന്ന് ചക്രം കറങ്ങും. ഏണിപ്പടിയെക്കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. മനുഷ്യർക്ക് സഹജമാകുന്നതിന് വേണ്ടി. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ മുഴുവൻ ജ്ഞാനവുമുണ്ട്. എങ്ങനെയാണ് നമ്മൾ പടി ഇറങ്ങുന്നത്, പിന്നെ ബാബ കയറുന്ന കലയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഈ ചിത്രങ്ങളുടെ സാരം മനസ്സിലാക്കിച്ചു തരുന്നു. ഗോളവും ഉണ്ട്. അതുപയോഗിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഇത് 5000 വർഷത്തിൻ്റെ ചക്രമാണ്. അഥവാ 1,00,000 വർഷങ്ങളായിരുന്നു എങ്കിൽ സംഖ്യ എത്ര വർദ്ധിക്കുമായിരുന്നു? ക്രിസ്ത്യൻസ് കാണിക്കുന്നത് 2000 വർഷം എന്നാണ്. ഇതിൽ എത്ര മനുഷ്യരുണ്ടായിരിക്കും? 5000 വർഷത്തിൽ എത്ര മനുഷ്യരുണ്ടായിരിക്കും? ഈ മുഴുവൻ കണക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു.
സത്യയുഗത്തിൽ പവിത്രമായത് കാരണം കുറച്ചു മനുഷ്യരാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ എത്ര അനേകമുണ്ട്. ലക്ഷക്കണക്കിന് വർഷം ദൈർഘ്യം ഉണ്ടായിരുന്നുവെങ്കിൽ സംഖ്യയും എണ്ണമറ്റതായേനെ. ക്രിസ്ത്യൻസുമായി താരതമ്യം ചെയ്ത് ജനസംഖ്യയുടെ കണക്ക് എടുക്കുന്നുവല്ലോ. ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറവാണ് കാണിക്കുന്നത്. ക്രിസ്ത്യൻസ് വളരെയധികമായി കഴിഞ്ഞു. ആരാണോ നല്ല വിവേകശാലികളായ കുട്ടികൾ, അവർക്ക് ചിത്രങ്ങളില്ലാതെയും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ചിന്തിക്കൂ, ഈ സമയം എത്ര അനേകം മനുഷ്യരുണ്ട്. പുതിയ ലോകത്തിൽ എത്ര കുറച്ച് മനുഷ്യരായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോഴാകട്ടെ പഴയ ലോകമാണ്, ഇതിൽ ഇത്രയും മനുഷ്യരുണ്ട്. പിന്നെ പുതിയ ലോകം എങ്ങനെ സ്ഥാപിതമാകുന്നു? ആരാണ് സ്ഥാപന ചെയ്യുന്നത്? ഇത് ബാബു തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ആ ഒന്ന് ജ്ഞാനത്തിന്റെ സാഗരമാണ്. കുട്ടികളായ നിങ്ങൾക്ക് കേവലം ഈ 84ന്റെ ചക്രം തന്നെയാണ് ബുദ്ധിയിൽ വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഉള്ളിൽ സന്തോഷമുണ്ടാകുമല്ലോ. സത്യയുഗത്തിൽ ദുഃഖത്തിന്റെ ഒരു കാര്യവും ഉണ്ടായിരിക്കുന്നില്ല. സത്യയുഗത്തിൽ അപ്രാപ്തമായ വസ്തു യാതൊന്നുമില്ല. അതിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യുവാനായി ഇവിടെ പുരുഷാർത്ഥം ചെയ്യേണ്ടി വരുന്നു. ഈ മെഷീൻ വേണം, ഇത് വേണം എന്നെല്ലാം. അവിടെയാണെങ്കിൽ എല്ലാ സുഖങ്ങളും ഉണ്ടായിരിക്കും. ഒരു മഹാരാജാവിൻ്റെ അടുക്കൽ എല്ലാ സുഖവും ഉണ്ടായിരിക്കുന്നത് പോലെ ദരിദ്രന്റെ അടുക്കൽ എല്ലാ സുഖവും ഉണ്ടായിരിക്കുന്നില്ല. എന്നാൽ ഇതാകട്ടെ കലിയുഗമാണ്. അപ്പോൾ രോഗങ്ങളും മറ്റുമെല്ലാം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നു പുതിയ ലോകത്തിലേക്ക് പോകുവാനായി. സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ സൂക്ഷ്മവചനത്തിലെ രസവിനോദങ്ങൾ ഇതും ടൈം പാസിന് വേണ്ടിയുള്ളതാണ്. കർമാതീത അവസ്ഥ ഉണ്ടാകുന്നത് വരെയും ടൈം പാസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ കളി വിനോദങ്ങൾ കർമാതീത അവസ്ഥ വരുമ്പോൾ സമാപ്തമാകുന്നു. നിങ്ങൾക്ക് ഈ ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മൾ ആത്മാക്കൾ ഇപ്പോൾ 84 ജന്മങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകും. പിന്നെ വന്ന് സതോപ്രധാന ലോകത്തിൽ സതോപ്രധാന പാർട്ട് അഭിനയിക്കും. ഈ ജ്ഞാനം ബുദ്ധിയിൽ സ്വീകരിച്ചിരിക്കുന്നു. ഇതിൽ ചിത്രങ്ങളുടെയും മറ്റും ആവശ്യമില്ല. ബാരിസ്റ്റർ എത്രത്തോളം പഠിക്കുന്നുവോ, ബാരിസ്റ്റർ ആയിക്കഴിഞ്ഞപ്പോൾ തീർന്നു. എന്ത് പാഠം പഠിച്ചുവോ അത് സമാപ്തമായി. പ്രാപ്തിയുടെ റിസൾട്ട് വന്നു. നിങ്ങളും പഠിച്ച ശേഷം പോയി രാജ്യം ഭരിക്കും. അവിടെ നോളജിൻ്റെ ആവശ്യമില്ല. ഈ ചിത്രങ്ങളിലും റോങ്ങും റൈറ്റും എന്താണ് എന്നത് ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ബാബ ഇന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ലക്ഷ്മി നാരായണന്മാർ ആരാണ്? ഈ വിഷ്ണു എന്താണ്? വിഷ്ണുവിന്റെ ചിത്രത്തിൽ മനുഷ്യർ കുഴങ്ങി പോകുന്നു. മനസ്സിലാക്കാതെ പൂജയും മറ്റും വെറുതെ ആയി പോകുന്നു. ഒന്നും മനസ്സിലാക്കുന്നില്ല. വിഷ്ണുവിനെ മനസ്സിലാക്കാത്തതുപോലെ ലക്ഷ്മി നാരായണനെയും മനസ്സിലാക്കുന്നില്ല. ബ്രഹ്മ വിഷ്ണു ശങ്കറിനെയും മനസ്സിലാക്കുന്നില്ല. ബ്രഹ്മാവാകട്ടെ ഇവിടെയാണുള്ളത്. ഇദ്ദേഹം പവിത്രമായി ശരീരം ഉപേക്ഷിച്ചു പോകും. ഈ പഴയ ലോകത്തോട് വൈരാഗ്യമുണ്ട്. ഇവിടെയുള്ള കർമ്മബന്ധനം ദുഃഖം നൽകുന്നതാണ്. ഇപ്പോൾ ബാബു പറയുന്നു, തൻ്റെ വീട്ടിലേക്ക് പോകൂ. അവിടെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടാകില്ല. ആദ്യം നിങ്ങൾ തൻ്റെ വീട്ടിലായിരുന്നു, പിന്നീട് രാജധാനിയിൽ വന്നു. ഇപ്പോൾ ബാബ വീണ്ടും വന്നിരിക്കുന്നു പാവനമാക്കി മാറ്റുവാൻ. ഈ സമയം മനുഷ്യരുടെ ആഹാരപാനീയങ്ങളും മറ്റും എത്ര മോശമാണ്. എന്തെല്ലാം വസ്തുക്കളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ദേവതമാർ ഇങ്ങനെയുള്ള മോശമായ വസ്തുക്കൾ കഴിക്കുന്നില്ല. ഭക്തി മാർഗത്തിൽ നോക്കൂ എങ്ങനെയാണെന്ന്. മനുഷ്യനെ പോലും ബലി അർപ്പിക്കുന്നു. ബാബു പറയുന്നു, ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. പഴയ ലോകത്ത് നിന്നും വീണ്ടും പുതിയ ലോകം തീർച്ചയായും ഉണ്ടാകണം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ സതോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ബുദ്ധി മനസ്സിലാക്കുന്നുവല്ലോ. ഇതിൽ ചിത്രങ്ങൾ ഇല്ലാതിരിക്കുന്നുവെങ്കിൽ കൂടുതൽ നല്ലത്. ഇല്ലെങ്കിൽ മനുഷ്യർ വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കും. ബാബ 84 ജന്മങ്ങളുടെ ചക്രം മനസ്സിലാക്കിച്ചു തരുന്നു. നമ്മൾ ഇങ്ങനെ സൂര്യവംശിയും ചന്ദ്രവംശിയും വൈശ്യവംശിയുമാകുന്നു. ഇത്രയും ജന്മങ്ങൾ എടുക്കുന്നു. ഇത് ബുദ്ധിയിൽ വെക്കേണ്ടതുണ്ട്.
നിങ്ങൾ കുട്ടികൾ സൂക്ഷ്മവദനത്തിൻ്റെയും രഹസ്യവും മനസ്സിലാക്കുന്നു. ധ്യാനത്തിൽ സൂക്ഷ്മവദനത്തിലേക്ക് പോകുന്നു. പക്ഷേ ഇതിൽ യോഗവുമില്ല, ജ്ഞാനവുമില്ല. ഇത് കേവലം ഒരു സമ്പ്രദായമാണ്. ഇതും മനസ്സിലാക്കിച്ചു തരുന്നു എങ്ങനെയാണ് ആത്മാവിനെ വിളിക്കുന്നത്, പിന്നെ വരുമ്പോൾ കരയുന്നതും പശ്ചാത്താപമുണ്ടാകുന്നതും. നമ്മൾ ബാബ പറഞ്ഞത് അംഗീകരിച്ചില്ല എന്ന്. ഇതെല്ലാം കുട്ടികൾക്ക് പുരുഷാർത്ഥത്തിൽ മുഴുകണമെന്നും അലക്ഷ്യം കാണിക്കരുതെന്നും മനസ്സിലാക്കിച്ചു തരുന്നതിന് വേണ്ടിയാണ്. കുട്ടികൾ സദാ ഈ അറ്റൻഷൻ വെക്കണം. നമുക്ക് നമ്മുടെ സമയം സഫലമാക്കണം, വേസ്റ്റ് ആക്കുവാൻ പാടില്ല. എങ്കിൽ മായയ്ക്ക് അലക്ഷ്യം വരുത്തുവാൻ സാധിക്കില്ല. ബാബയും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു, കുട്ടികളെ സമയം വേസ്റ്റ് ചെയ്യരുത്. വളരെ പേർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യൂ, മഹാദാനിയാകൂ, ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ആര് വന്നാലും അവർക്ക് ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. 84ൻ്റെ ചക്രം പറഞ്ഞു കൊടുക്കൂ. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എങ്ങനെയാണ് റിപ്പീറ്റ് ആകുന്നത്. നട്ഷലിൽ മുഴുവൻ ചക്രവും ബുദ്ധിയിലുണ്ടായിരിക്കണം. നിങ്ങൾ കുട്ടികൾക്ക് ഈ സന്തോഷമുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ മോശമായ ലോകത്ത് നിന്നും മുക്തമാകുന്നു. മനുഷ്യർ മനസ്സിലാക്കുന്നത് സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ്. ആർക്കാണോ വളരെയധികം ധനമുള്ളത്, അപ്പോൾ നമ്മൾ സ്വർഗത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. നല്ല കർമ്മം ചെയ്തിട്ടുണ്ട്, അതിനാലാണ് സുഖം ലഭിച്ചത്. ഇപ്പോൾ നിങ്ങൾ വളരെ നല്ല കർമ്മം ചെയ്യുന്നു. അതിലൂടെ 21 ജന്മത്തേക്ക് നിങ്ങൾ സുഖം നേടുന്നു. അവരാണെങ്കിൽ ഒരു ജന്മത്തേക്കാണ് മനസ്സിലാക്കുന്നത് നമ്മൾ സ്വർഗത്തിലാണെന്ന്. ബാബ പറയുന്നു അത് അല്പകാലത്തെ സുഖമാണ്. നിങ്ങളുടേത് 21 ജന്മങ്ങളുടേതാണ്. ഇതിനെക്കുറിച്ചാണ് ബാബ പറയുന്നത്. സർവർക്കും വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കൂ. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നിരോഗി ആകുന്നതും സ്വർഗത്തിൻ്റെ അധികാരി ആകുന്നതും. സ്വർഗത്തിലാണ് രാജധാനി, അതിനെയും ഓർമ്മിക്കൂ. രാജധാനി ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ഭാരതത്തിൻ്റെ തന്നെ കാര്യമാണ്. ബാക്കിയുള്ളതാകട്ടെ ബൈ പ്ലോട്ട്സ് ആണ്. അന്തിമത്തിൽ എല്ലാവരും മടങ്ങിപ്പോകും. പിന്നെ നമ്മൾ പുതിയ ലോകത്ത് വരും. ഇപ്പോൾ ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് ചിത്രങ്ങളുടെ ആവശ്യമില്ല. ഇത് കേവലം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനായി മൂലവദനവും സൂക്ഷ്മവദനവും കാണിച്ചു കൊടുക്കുന്നു. ഇത് മനസ്സിലാക്കിച്ചു തരുന്നു. ബാക്കി ഭക്തിമാർഗത്തിലുള്ളവരാണ് ചിത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്നത്. അതിനാൽ നമുക്കും പിന്നീട് കറക്റ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ പറയും നിങ്ങൾ നാസ്തികരാണ്, അതിനാലാണ് കറക്റ്റ് ചെയ്ത് ഉണ്ടാക്കിയത്. ബ്രഹ്മാവിലൂടെ സ്ഥാപന, ശങ്കറിലൂടെ വിനാശം. വാസ്തവത്തിൽ ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ആരും ഒന്നും ചെയ്യുന്നില്ല. ശാസ്ത്രജ്ഞരും തൻ്റെ ബുദ്ധിയിലൂടെ ഇതെല്ലാം നിർമ്മിക്കുന്നു. ബോംബുകൾ നിർമ്മിക്കരുത് എന്ന് ആര് എത്ര പറഞ്ഞാലും ശരി. എന്നാൽ ആരുടെ അടുത്താണോ ഉള്ളത് അവർ സമുദ്രത്തിൽ ഇടുകയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരാരും ഉണ്ടാക്കാതിരുന്നേനെ. അവർ വെച്ചിരിക്കുകയാണ്, അപ്പോൾ തീർച്ചയായും മറ്റുള്ളവരും ഉണ്ടാക്കും. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, സൃഷ്ടിയുടെ വിനാശം തീർച്ചയായും ഉണ്ടാവുക തന്നെ വേണം. യുദ്ധവും തീർച്ചയായും നടക്കേണ്ടതുണ്ട്. വിനാശം സംഭവിക്കുന്നു. പിന്നെ നിങ്ങൾ തൻ്റെ രാജ്യം നേടുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ സർവരുടെയും മംഗളകാരിയാകൂ. കുട്ടികൾക്ക് തൻ്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബാബ ശ്രീമത്ത് നൽകുന്നു. മധുരമായ കുട്ടികളെ, തൻ്റെ സർവ്വതും നാഥൻ്റെ പേരിൽ സഫലമാക്കൂ. ചിലരുടേത് പൊടിയിൽ അമരും, ചിലരുടേത് രാജാവ് പിടിച്ചെടുക്കും. നാഥൻ, അതായത് ബാബ സ്വയം പറയുന്നു, കുട്ടികളെ ഇതിൽ ചിലവഴിക്കൂ. ഈ ആത്മീയ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയും തുറക്കൂ. അപ്പോൾ വളരെ പേരുടെ മംഗളമുണ്ടാകും. നാഥൻ്റെ പേരിൽ നിങ്ങൾ ചിലവഴിക്കുന്നു. അതിനുള്ളത് പിന്നീട് 21 ജന്മത്തേക്ക് നിങ്ങൾക്ക് റിട്ടേണായി ലഭിക്കുന്നു. ഈ ലോകം തന്നെ സമാപ്തമാകണം. അതിനാൽ നാഥൻ്റെ പേരിൽ എത്ര സാധിക്കുമോ സഫലമാക്കൂ. നാഥൻ ശിവ് ബാബയാണല്ലോ. ഭക്തിമാർഗത്തിലും നാഥൻ്റെ പേരിൽ ചെയ്യുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഡയറക്റ്റാണ്. നാഥൻ്റെ പേരിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റി തുറക്കൂ. അപ്പോൾ വളരെ പേരുടെ മംഗളമുണ്ടാകും. 21 ജന്മത്തേക്ക് രാജ്യഭാഗ്യം നേടും. ഇല്ലെങ്കിൽ ഈ ധനസമ്പത്തും എല്ലാം സമാപ്തമാകും.
ഭക്തി മാർഗത്തിൽ സമാപ്തമാകുന്നില്ല, ഇപ്പോൾ സമാപ്തമാകേണ്ടതുണ്ട്. നിങ്ങൾ ചിലവഴിക്കൂ, പിന്നീട് നിങ്ങൾക്ക് തന്നെയാണ് റിട്ടേൺ ലഭിക്കുന്നത്. പ്രഭുവിൻ്റെ നാമത്തിൽ സർവരുടെയും മംഗളം ചെയ്യൂ, എങ്കിൽ 21 ജന്മങ്ങളിലേക്ക് സമ്പത്ത് ലഭിക്കും. എത്ര നന്നായി മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ ആരുടെ ഭാഗ്യത്തിലുണ്ടോ അവർ ചിലവഴിച്ചു കൊണ്ടിരിക്കും. തൻ്റെ കുടുംബവും സംരക്ഷിക്കണം. ഇദ്ദേഹത്തിൻ്റെ ബാബയുടെ പാട്ട് തന്നെ ഇങ്ങനെയായിരുന്നു. ഒറ്റയടിക്ക് ശക്തമായി ലഹരി കയറി. ബാബ ചക്രവർത്തി പദവി നൽകുന്നു. പിന്നെ ഈ കഴുത പദം കൊണ്ട് എന്തു ചെയ്യും? നിങ്ങളെല്ലാം ചക്രവർത്തി പദം നേടുന്നതിനായി ഇരിക്കുന്നു. അതിനാൽ ഫോളോ ചെയ്യൂ. ഇദ്ദേഹം എങ്ങനെയാണ് എല്ലാം ഉപേക്ഷിച്ചതെന്ന് അറിയുന്നുണ്ട്. ലഹരി കയറി ആഹാ രാജപദവി ലഭിക്കുന്നു. അൽഫിന് അള്ളാഹുവിനെ ലഭിച്ചു. അപ്പോൾ ബേ അതായത് പങ്കാളിക്കും രാജപദം നൽകി. രാജപദം ആയിരുന്നു, നിസ്സാരമായിരുന്നില്ല. നല്ല ഫെർട്ടൈൽ തൊഴിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ രാജപദം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ വളരെ പേരുടെ മംഗളം ചെയ്യൂ. ആദ്യം ഭട്ടി ഉണ്ടായിരുന്നു, പിന്നെ ചിലർ പാകമായി തയ്യാറായി, ചിലർ അപക്വമായി അവശേഷിച്ചു. ഗവൺമെൻറ് നോട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിലല്ല ഉണ്ടാകുന്നതെങ്കിൽ ഗവൺമെൻറ്റിന് കത്തിക്കേണ്ടി വരുന്നു. മുൻപ് വെള്ളിയുടെ രൂപം ഉണ്ടായിരുന്നു, സ്വർണവും വെള്ളിയും വളരെയധികം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ചിലരുടേത് രാജാവ് തട്ടിയെടുക്കുന്നു, ചിലരുടേത് കൊള്ളക്കാർ തട്ടിയെടുക്കുന്നു. കൊള്ളയും നോക്കൂ എത്രയാണ് നടക്കുന്നത്. ക്ഷാമവും ഉണ്ടാകും. ഇത് രാവണ രാജ്യം തന്നെയാണ്. രാമരാജ്യം എന്ന് സത്യയുഗത്തെ പറയുന്നു. ബാബ പറയുന്നു, നിങ്ങളെ ഇത്രയും ഉയർന്നവരാക്കി, പിന്നെ എങ്ങനെയാണ് ദരിദ്രമായത്? ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇത്രയും നോളജ് ലഭിച്ചിരിക്കുന്നു. അതിനാൽ സന്തോഷം ഉണ്ടാകേണ്ടതാണ്. ദിനം പ്രതിദിനം സന്തോഷം വർദ്ധിച്ചു വരും. എത്രത്തോളം യാത്രയിൽ സമീപമാകുന്നുവോ അത്രയും സന്തോഷമുണ്ടാകും. നിങ്ങൾക്കറിയാം, ശാന്തിധാമവും സുഖധാമവും മുന്നിൽ നിൽക്കുന്നു. വൈകുണ്ഠത്തിൻ്റെ വൃക്ഷം കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ എത്തിക്കഴിഞ്ഞു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ സമയം സഫലമാക്കുന്നതിൻ്റെ അറ്റൻഷൻ വയ്ക്കണം. മായയ്ക്ക് അലക്ഷ്യം വരുത്തുവാൻ സാധിക്കരുത്. ഇതിനു വേണ്ടി മഹാദാനിയായി വളരെ പേർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതിൽ ബിസിയായിരിക്കണം. തൻ്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിനായി നാഥൻ്റെ പേരിൽ സർവ്വതും സഫലമാക്കണം. ആത്മീയ യൂണിവേഴ്സിറ്റി തുറക്കണം. വരദാനം: ഉയർന്നതിലും ഉയർന്ന ബാബയെ പ്രത്യക്ഷമാക്കുന്ന ശുഭവും ശ്രേഷ്ഠവുമായ കർമ്മധാരിയായി ഭവിക്കട്ടെ. ഏതുപോലെ റൈറ്റ് ഹാൻഡിലൂടെ സദാ ശുഭവും ശ്രേഷ്ഠവുമായ കർമ്മം ചെയ്യുന്നു, അതേപോലെ താങ്കൾ റൈറ്റ് ഹാൻഡായ കുട്ടികൾ സദാ ശുഭവും ശ്രേഷ്ഠവുമായ കർമ്മധാരിയാകൂ. താങ്കളുടെ ഓരോ കർമ്മവും ഉയർന്നതിലും ഉയർന്ന ബാബയെ പ്രത്യക്ഷമാക്കുന്നതാകട്ടെ. കാരണം കർമ്മം തന്നെയാണ് സങ്കല്പത്തെയും വാക്കിനെയും പ്രത്യക്ഷ തെളിവിൻ്റെ രൂപത്തിൽ സ്പഷ്ടമാക്കുന്ന ഒന്ന്. കർമ്മത്തെ എല്ലാവർക്കും കാണാൻ സാധിക്കും, കർമ്മത്തിലൂടെ അനുഭവിക്കുവാൻ സാധിക്കും. അതിനാൽ ആത്മീയ ദൃഷ്ടിയിലൂടെ ആയാലും തൻ്റെ സന്തോഷത്തിൻ്റെ ആത്മീയതയുടെ മുഖത്തിലൂടെ ആയാലും ബാബയെ പ്രത്യക്ഷമാക്കൂ. ഇതും കർമ്മം തന്നെയാണ്. സ്ലോഗൻ: ആത്മീയതയുടെ അർത്ഥമാണ് നയനങ്ങളിൽ പവിത്രതയുടെ തിളക്കവും മുഖത്തിൽ പവിത്രതയുടെ പുഞ്ചിരിയും ഉണ്ടായിരിക്കുക. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. ഏതുപോലെ ഈ കാലത്ത് സൂര്യൻ്റെ ശക്തി ശേഖരിച്ച് പല കാര്യങ്ങളും സഫലമാക്കുന്നു, അതേപോലെ താങ്കൾ സങ്കല്പത്തിൻ്റെ ശക്തി ശേഖരിക്കൂ. അപ്പോൾ മറ്റുള്ളവരിലും ബലം നിറയ്ക്കാൻ സാധിക്കും. അനേകം കാര്യങ്ങൾ സഫലമാക്കുവാൻ സാധിക്കും. ആരാണോ ധൈര്യമില്ലാത്തവർ അവരെ വാക്കുകളോടൊപ്പം ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ
സൂക്ഷ്മ ശക്തിയിലൂടെ ധൈര്യശാലി ആക്കണം. ഇതുതന്നെയാണ് വർത്തമാന സമയത്തിൻ്റെ ആവശ്യകത. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ബിന്ദുരൂപമായ ഞാൻ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ സഹജമായി സ്ഥിതി ചെയ്യുന്നു. ശീതളമായ ഒരു സ്ഥാനത്തിരിക്കവേ ശീതളതയുടെ അനുഭവം സ്വതവേ ഉണ്ടാകുന്നത് പോലെ ഈ ശാന്തിധാമത്തിൽ ശാന്തി സാഗരനായ ബാബയുടെ സമീപത്ത് ഈ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ മഗ്നമായിരിക്കുമ്പോൾ ഗഹനമായ ശാന്തിയുടെ, ആത്മശാന്തിയുടെ അനുഭവം എനിക്ക് പ്രാപ്തമാവുകയാണ്. ബിന്ദുരൂപനായ ബാബയുടെ ഓർമ്മ എന്നിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനായ ബാബയുമായി ഇങ്ങനെ കമ്പൈൻഡ് സ്വരൂപമായിരുന്ന ഞാൻ ഇപ്പോൾ വിശ്വത്തിലേക്ക് ഈ അനുപമമായ ശാന്തിയുടെ പ്രകാശബീജികൾ വ്യാപിപ്പിക്കുകയാണ്.